ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാന്തി, അതായിരുന്നു അവളുടെ പേര്. ഒരു ജോലിക്കാരിയെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന കണ്ടിട്ട് എന്റെ ബന്ധുക്കൾക്ക് പോലും അസൂയായിരുന്നു. ചിലരെങ്കിലും പറഞ്ഞു, എങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലും അവള് നിന്നെ ചതിക്കുമെന്ന്. ഞാൻ കേട്ടില്ല. ഓരോ വിമർശനങ്ങളും പുറത്തുനിന്ന് വരുമ്പോഴും എനിക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം കൂടുമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. പതിയെ പതിയെ ഞാനറിയാതെ അവൾ എന്റെ ഭർത്താവിനോട് അടുത്തു. എന്നെ ഒരു വിഡ്ഢിയാക്കി നടുവിൽ നിർത്തി അവർ പ്രണയിച്ചു എന്ന് തന്നെ പറയാം. അല്ല, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മേഡത്തെ പോയി കണ്ട് മേഡമായുള്ള തെറ്റിദ്ധാരണ തിരുത്താമായിരുന്നില്ലേ? ഞാനതിന് ശ്രമിച്ചില്ല. അപ്പോഴേക്കും കൃഷ്ണയെ വളർത്താനുള്ള ഓട്ടമായിരുന്നില്ലേ. ഇതിപ്പോ എന്താണാവോ കാലങ്ങൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവ്. എനിക്കറിയത്തില്ല. എന്തായാലും അമ്മയെ പ്രതീക്ഷിച്ച് വന്നതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോവില്ലല്ലോ. അറിഞ്ഞൂടെ, ഓരോരുത്തർ തിരക്കി എത്തുമ്പോ ഉള്ളില് പേടിയ. കൃഷ്ണമോൾ ഇതറിഞ്ഞ അവള് പേടിക്കും. അവൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ടാ പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല അമ്മ. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അവരുടെ ബന്ധം ഞാൻ തിരിച്ചറിഞ്ഞത്. ശാന്തിയെ ഞാൻ ആ നിമിഷം പറഞ്ഞു വിട്ടു. അതിന്റെ പേരിൽ ഞാനും ശ്രീനിവാസും തമ്മിൽ തർക്കമായി. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചു. അതോടെ അവര് രണ്ടുപേരും എന്റെ ശത്രുക്കളായി. ശ്രീനിവാസും ശാന്തിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഗാഥയുടെ അതേ രൂപത്തിലുള്ള അവളുടെ മകൾ കൃഷ്ണ. ജീവിതത്തിൽ ഒരിക്കലും, ഇനി ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ച മുഖമാണ് ശാന്തിയുടേത്. ശാന്തിയല്ലല്ലോ, ഇപ്പൊ തങ്കമല്ലേ. എന്റെ മനസ്സിലും ദൈവത്തെ പോലെ ആയിരുന്നു. ഒപ്പം നടക്കുമെങ്കിലും മനസ്സുകൊണ്ട് കൈകൂപ്പി തൊഴുവായിരുന്നു ഞാൻ. ഈ ലോകത്ത് വേറെ ഒരാളും ഒരു ജോലിക്കാരിക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവില്ല. കൂടെ കൊണ്ടു നടന്നിട്ടുണ്ടാവില്ല. എന്നിട്ടും അമ്മേ, നല്ലതൊന്നും ഒരു കാലത്തും എനിക്ക് വിധിച്ചിട്ടില്ല. വാഴില്ല. സിനി, നീ പോലും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ലേ മാഡത്തിന്റെ ഈ മനക്കട്ടിയുടെ കാരണം എന്താന്ന്? ഓഫീസിലുള്ള എല്ലാവരും അടക്കം പറയാറില്ലേ? ഉരുക്കു വനിതെന്നുള്ള വിളിപ്പേര് തന്നിട്ടില്ലേ? അതങ്ങനെയൊക്കെ ആയതിന് കാരണം ആ രണ്ടുപേര് മാത്ര. പിന്നെ എനിക്ക് വാശിയായിരുന്നു, അച്ഛനില്ലാത്ത കുറവറിയാതെ എന്റെ മകളെ വളർത്തണമെന്ന്. അവക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന്. അതിൽ ഞാൻ വിജയിച്ചു. പക്ഷേ ഇപ്പോഴും അവളെന്നെ വേട്ടയാടുന്നു. ശാന്തി എന്ന തങ്കം